ഇസ്ലാമിൽ അടിമകൾ ഉണ്ടായിട്ടുണ്ട്. അടിമകളുമായി ബന്ധപ്പെട്ട ചരിത്രമുണ്ട്. എന്താണ്, എങ്ങനെയാണ് ആ അടിമകൾ ഇസ്ലാമിൽ ഉണ്ടാകുന്നത്? അടിമകളുമായി ബന്ധപ്പെട്ട ചരിത്രം ഇസ്ലാമിൽ നമ്മൾ വായിക്കുന്നത് അത് യുദ്ധബന്ദികളുമായി ബന്ധപ്പെട്ടാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിൽ യുദ്ധം വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്ന് പറയുന്നത് പോലെ വാളെടുത്തവനെല്ലാം യുദ്ധം നയിക്കുക എന്നുള്ളത് ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ യുദ്ധമുണ്ട്, യുദ്ധമുണ്ടാകേണ്ട അനിവാര്യതകളിൽ. അപ്പോൾ യുദ്ധം ലോകർക്ക് കാരുണ്യമായി മാറുന്ന അവസ്ഥയാണ് നമ്മൾ ഇസ്ലാമിക യുദ്ധങ്ങളുടെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ലോകം മനസ്സിലാക്കുന്നത്. ഇവിടെ ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണിത്. വ ഇന്നമൽ ഇമാമു ജുന്നത്തുൻ യുഖാതലു മിൻ വറാഇഹി വ യുത്തഖാ ബിഹി. ഭരണാധികാരി പരിചയമാണ്, തീർച്ച. അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്നാണ് യുദ്ധം ചെയ്യപ്പെടേണ്ടത്, അദ്ദേഹത്തെ കൊണ്ടാണ് മറ പിടിക്കേണ്ടത് എന്ന് പറഞ്ഞെങ്കിൽ, യുദ്ധം ഉണ്ടാകണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം വേണം, ആ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരി വേണം. ഭരണാധികാരിയാണ് യോദ്ധാക്കൾക്ക് മുന്നിൽ, ഭരണാധികാരിയുടെ പിന്നിൽ യുദ്ധം എന്ന് പറഞ്ഞാൽ ഭരണാധികാരിയുടെ കൽപ്പനയിൽ യാ അയ്യുഹല്ലദീന ആമനു മാലക്കും ഇദാ ഖീല ലക്കും മുൻഫിറു ഫി സബീലില്ലാഹ് ഇസ്സാഖൽതും ഇലൽ അർദ് എന്ന് പറഞ്ഞേ. വിശ്വാസികളെ, നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങൂ എന്ന് പറഞ്ഞെങ്കിൽ യുദ്ധത്തിന് ഇറങ്ങാതെ നിങ്ങൾ കൂനിക്കൂടി ഭീരുക്കളായി ഇരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചില്ല. ഇൻഫിറു ഫിൽ അർദ്, യുദ്ധത്തിന് ഇറങ്ങൂ എന്ന് പറയാൻ ആൾ വേണം. ആ ആളാരാണ്? ആ ആൾ ഭരണാധികാരിയാണ്. ഭരണാധികാരിയുടെ പിന്നിൽ നിന്നാണ് യുദ്ധം ചെയ്യേണ്ടത്, ഭരണാധികാരിയാണ് മറയായി സ്വീകരിക്കേണ്ടത് എന്നാണ്. എന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ താല്പര്യം, ഭരണാധികാരിയാണ് യുദ്ധം പ്രഖ്യാപിക്കേണ്ടത്, ആരോടാണ് യുദ്ധം എന്നുള്ളത് തീരുമാനിക്കേണ്ടത്, അത് എങ്ങനെയും തീരുമാനിക്കേണ്ടത്. അല്ലാതെ തോന്നിയവരൊക്കെ വാളെടുക്കുക, യുദ്ധം നയിക്കുക എന്നുള്ളത് ഇസ്ലാമിലില്ല. അത് നമ്മൾ പറഞ്ഞത്, യുദ്ധത്തിൽ പിടിക്കപ്പെടുന്നവരാണ് യുദ്ധബന്ദികളാണ് അടിമകളായി പരിണമിക്കപ്പെടുന്നത്. അപ്പോൾ അടിമകൾ ഉണ്ടാകണമെങ്കിൽ യുദ്ധ സാഹചര്യം ഉണ്ടാകണം, യുദ്ധ സാഹചര്യത്തിന് ഭരണാധികാരി ഉണ്ടാവണം. അപ്പോൾ ഭരണാധികാരിയാണ് അടിമകളുടെ വിഷയം തീരുമാനിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണ് ഞാനിത് പറഞ്ഞത്.